അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യത്തെ ജനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പുതിയ പദ്ധതി കൂടി പ്രഖ്യാപിച്ചു. ഇതുപോലെ കൃത്യമായ അവസരങ്ങളിലൊക്കെ തന്നെ പല പദ്ധതികളും പ്രഖ്യാപിക്കുന്ന ഒരു രീതി പ്രധാനമന്ത്രിക്കുണ്ട്. ആ അവസരത്തിനനുസരിച്ച്, ആ സന്ദർഭത്തിനനുസരിച്ച് അതുമായി ചേർന്ന ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള ഒരു വാഗ്ദാനം നൽകുന്നു. അതിൽ പലതും കൃത്യമായി തന്നെ നടപ്പിലാക്കിയെടുക്കുന്നുണ്ട്, ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ ഈ അവസരങ്ങൾ അനുസരിച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു രീതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമേ ഇതുവരെ ആവിഷ്കരിച്ച് കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പല പദ്ധതികളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ പുതിയ ഒരു പദ്ധതി സ്ത്രീകൾക്കായി പ്രഖ്യാപിക്കുക, ശിശുദിനത്തിൽ കുട്ടികൾക്കായുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുക, അങ്ങനെയൊക്കെ അദ്ദേഹം പലപ്പോഴും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടെത്തൽ തന്നെ അല്പം അത്ഭുതാവഹമാണ്. പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുന്നു. രാജ്യത്തെ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ആളുകളെ സഹായിക്കുന്ന പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്തിയത്. 1 കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. പുരപ്പുറത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ഇത്. പദ്ധതി സാധാരണക്കാരുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുക മാത്രമല്ല, ഇന്ത്യയെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കും എന്ന ഒരഭിപ്രായം കൂടി പ്രധാനമന്ത്രി പങ്കുവച്ചു. അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമുള്ള തൻ്റെ ആദ്യ തീരുമാനമെന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ലോകത്തിലെ എല്ലാ ഭക്തർക്കും സൂര്യവംശിയായ ശ്രീരാമൻ്റെ പ്രകാശത്തിൽ നിന്ന് എപ്പോഴും ഊർജ്ജം ലഭിക്കുന്നു. ഇന്ന് അയോധ്യയിലെ ചടങ്ങിനിടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളുടെ മേൽക്കൂരയിൽ സ്വന്തമായി സോളാർ റൂഫ് ടോപ്പ് സംവിധാനം ഉണ്ടായിരിക്കണം എന്ന എൻ്റെ ആഗ്രഹം കൂടുതൽ ശക്തിപ്പെട്ടു. പുരാണ ഇതിഹാസങ്ങൾ പ്രകാരം സൂര്യവംശത്തിൽ പിറന്ന രാജാവാണ് ശ്രീരാമൻ. പുരാണങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമൻ്റെ ഒരു പ്രതിഷ്ഠ നടന്ന, ഒരു പ്രത്യേക ചടങ്ങ് നടന്ന, ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിൽ, പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ നടന്ന ഈ ചടങ്ങിനോടനുബന്ധിച്ച് സൂര്യനുമായി ബന്ധപ്പെട്ട്, സൗരോർജ്ജവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാവുന്നത്. 1 കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സർക്കാർ പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി ആരംഭിക്കും. അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഞാനെടുത്ത ആദ്യ തീരുമാനമാണ് ഇതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ പദ്ധതി പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുക മാത്രമല്ല, ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഇത് ഊർജ്ജ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന, അതായത് സൂര്യനിൽ നിന്ന് ഊർജ്ജം ലഭിച്ചുകൊണ്ട് നമ്മുടെ വൈദ്യുതി, നമ്മൾ നിർമ്മിക്കുന്ന വിവിധ വൈദ്യുതി പദ്ധതികളിലൂടെയുള്ള വൈദ്യുതി അത് ലാഭിച്ചുകൊണ്ട് സൂര്യനിൽ നിന്ന് ആവശ്യത്തിനും ഊർജ്ജം ലഭിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വീടുകളെ മാറ്റുക, ഇടത്തരക്കാരെയും പാവപ്പെട്ടവരെയും മാറ്റുക എന്നുള്ളതാണ്. ചെറിയ വീടുകളിലൊക്കെ 2-3 പാനലുകൾ സ്ഥാപിച്ചാൽ മതിയാകും. അതിനുവേണ്ട സഹായവും സബ്സിഡിയും മറ്റ് പിന്തുണയും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യും, കേന്ദ്ര സർക്കാരിൻ്റെ ഊർജ്ജ വകുപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ഗ്രാമാന്തരങ്ങളിലും എല്ലാ മേഖലകളിലും അതുപോലെ വ്യാവസായികാടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഈ സോളാർ പദ്ധതി കടന്നു വരുന്നത്. 1 കോടിയിലധികം ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അവസരത്തിനൊത്ത് പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്ന വളരെ പ്രത്യേകതയാർന്ന ഒരു നടപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെ.